വലിയ ആഴമുള്ള അർത്ഥങ്ങൾ ഗ്രഹിക്കേണ്ട ഭാഗങ്ങളാണ് ഗലാത്യ സഭകൾക്ക് പരിശുദ്ധാത്മാവ് എഴുതിയ കത്ത്. 3-ാം വാക്യം ഒന്നും കൂടെ വായിച്ച് നമുക്ക് തുടങ്ങാം. പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടതിനെ നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ ദൈവവും പിതാവുമായിരിക്കുന്ന ഇപ്പോഴത്തെ ലോകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടത് നമ്മുടെ ദൈവവും പിതാവുമായവരുടെ ഇഷ്ടപ്രകാരം സ്തോത്രം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ആരെ? നമ്മുടെ പാപം നിമിത്തം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ക്രൈസ്തവോ തന്നെത്താൻ ഏൽപ്പിച്ചു. ഗലാത്യ സഭയ്ക്ക്, ഗലാത്യയിലുള്ള സഭകൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. കാരണം ലേഖനം എഴുതിയത് ഒരു സഭയ്ക്കല്ല, സഭകൾക്കെന്നാണ്. സ്തോത്രം. എൻ്റെ ശബ്ദം കേട്ടായിരിക്കും വെച്ചത്. സ്തോത്രം. അവൻ കരകൾ ഉയർത്തി ദൈവത്തെ കൂടെ ശ്രദ്ധിച്ചു. ഇവിടെ വന്നു. സ്തോത്രം. ചേച്ചി ആയതുകൊണ്ട് പറയപ്പോയിരുന്നല്ലേ. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കുക. ഗലാത്യ സഭകൾക്ക് എഴുതിയ ഈ കാര്യങ്ങൾ ഒരു നിസ്സാര കാര്യമല്ല. അതിൻ്റെ കൂടെ വചനത്തോടു കൂടെ സഞ്ചരിച്ച് വന്നു. വളരെ ശാന്തമായി നമ്മളിന്ന് ദൈവത്തിന്റെ ആത്മനിയോഗപ്രകാരത്തിന് ചില കാര്യം പഠിക്കാൻ. ഗലാത്യയിലുള്ള സഭകൾ തിരിച്ചറിയാൻ വയ്യാത്ത സഭയല്ല, വ്യക്തമായി കാര്യങ്ങൾ അറിയാവുന്ന സഭകളാണ് ഗലാത്യയിലുള്ള സഭ. ഗലാത്യയിലുള്ള സഭകൾക്ക് മാത്രമല്ല, നമുക്കും അറിയാം. ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്കും എന്ത് ചെയ്യാം. രക്ഷിക്കപ്പെടാനുള്ള വകുപ്പും പ്രമാണമൊക്കെ അറിയാവുന്നവരാണ് മുമ്പിരിക്കുന്നത്. അതറിഞ്ഞാൽ മതി, വേറൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാ? അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കുന്ന പെണ്ണാരാന്ന് അറിഞ്ഞു. നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടു സൂര്യ അണിഞ്ഞ സ്ത്രീ ആരുമായിപ്പോ സ്തോത്രം. നീ കയ്യിൽ എവിടെ നിന്നാ ഭാര്യ എടുക്കും? സ്തോത്രം. എവിടെ നിന്നാ അടക്കി, കയ്യിൽ എവിടെ അടക്കിന്ന് ചോദിക്കുകയാണ് നമുക്ക് പിന്നെയും പറയാം. നമ്മളൊന്നും ദൂരെയല്ല, നമ്മുടെ നാട്ടിൽ നിന്നും ദൂരെയല്ല കായൽ അടക്കപ്പെട്ടത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കും, നമ്മുടെ നാട്ടിൽ ദൂരെ നിങ്ങൾക്ക് അങ്ങനെയല്ല കായൽ അടക്കപ്പെട്ടിരുന്ന സ്ഥലം. കായലെ ദൈവം അടയാളപ്പെട്ടിട്ട് ഹാബേലിന്റെ കൊലപാതകത്തിന് ശേഷം അവൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ജീവിച്ചിരിക്കാൻ ഇതുള്ള ആളല്ല, എന്നെ മറ്റുള്ളവർ കൊല്ലാതിരിക്കാൻ നീ എന്നെ പ്രത്യേകമായി സംരക്ഷിക്കണമെന്ന് ആശയപ്പെട്ടു. ദൈവം അടയാളപ്പെട്ടവനെ കിട്ടും. പോന്നു കായിക കല്ലറ ഏകദേശം നമ്മൾ പഠിക്കുന്നത് രാമേശ്വരത്തിനടുത്തൊരു ദ്വീപിലാണ് കായിക. ഇങ്ങ് വരെ വന്നതാണ് സഞ്ചരിച്ച് ഭൂമിയുടെ അറ്റം വരെ മനുഷ്യൻ കൊല്ലാതിരിക്കാൻ, പിന്നത്തേതിൽ കൊല്ലാതിരിക്കാൻ അവൻ സഞ്ചരിച്ച് ഇങ്ങ് വരെ വന്നതാണ്. അധികം വിദൂരമൊന്നുമല്ല. രാമേശ്വരത്തിൻ്റെ അവിടെ എവിടെയോ ഒരു ദ്വീപ് ഭാഗത്താണ് കായിക കല്ലറ എന്നുള്ളതാണ് ചരിത്രം. സ്വതന്ത്രം. ആരുടെ കല്ലറയാ? ഉച്ചത്തിൽ പറഞ്ഞു കായില്ല, കൈ. എൻ്റെ സ്കൂൾ ടീച്ചർമാർ പറയാം കായി, അങ്ങനെ ഒരാളില്ല, കൈ. സ്വത്രം. കൈയിൻ്റെ കല്ലറ. അപ്പോൾ കൈയിൻ്റെ ഭാര്യ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കറിയേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്യത്തിന്റെ പരിജ്ഞാനം എന്നുള്ളത് മാത്രം ഗ്രഹിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും. വേറൊന്നും അറിയണം. സത്യത്തിന്റെ പരിജ്ഞാനം കിട്ടും. സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെ. ഞാൻ പലവട്ടം പബ്ലിക് വേദികളിലൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. ഓർമ്മയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓർമ്മയിലില്ലെങ്കിൽ എനിക്ക് അതുപോലെ പറയാൻ എനിക്ക് സമയമില്ല. കാരണം അതിൽ വലിയ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. എന്നാൽ ഇത് വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞുകൂടാ.
യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും കഷ്ടാനുഭവങ്ങളും മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മെ ചേർക്കാൻ വേഗത്തിൽ മടങ്ങി വരും. ഇത്രയും കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ജീവിതവും പ്രാപിക്കുന്ന ആൾക്ക് ഒറ്റ വാക്കിൽ പറയുന്ന ആ പേരാണ് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച വ്യക്തി. വേറൊന്നും അറിയണ്ട, സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കണ്ട, മറ്റൊന്നും അറിയണ്ട. കന്യകാജനനം മുതൽ യേശുക്രിസ്തുവിന്റെ കന്യകാജനനം മുതൽ യേശുക്രിസ്തു നമ്മെ ചേർക്കാൻ മടങ്ങി വരുന്നിടം വരെയും അവിടെ ചേർക്കപ്പെടാനുള്ള വിശുദ്ധിയുടെ തലവും പഠിച്ചു കൽപ്പനകളും അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാഹളം ധനിച്ചാൽ വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും എവിടെ പോകും നമ്മൾ? സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ഒരിക്കൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നമ്മൾ ഏത് പള്ളിക്കൂടത്തിൽ പോകാത്തവർക്കും ഒരു അക്ഷരം എഴുതാൻ അറിയാൻ വയ്യാത്തവർക്കും ദൈവം ഗ്രഹിപ്പിക്കുന്ന ഒന്നാണ് സത്യത്തിന്റെ പരിജ്ഞാനം. സത്യത്തിന്റെ പരിജ്ഞാനം. അപ്പോൾ ചോദ്യം എപ്പോഴും ചോദിക്കുന്നത്, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എന്താണ് സത്യത്തിന്റെ പരിജ്ഞാനം? കല്യാണ വീട്ടിൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്ന ഇവർ രണ്ടുപേരും ഗവൺമെന്റിന്റെ നിയമപ്രകാരം ദൈവസഭയുടെയും ദൈവജനത്തിന്റെ വ്യവസ്ഥ പ്രകാരം വിവാഹ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അവൻ്റെ ആ പറയുന്ന വികാസം ഉണ്ടാകും. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ നിങ്ങളുടെ മൗനം സമ്മതം. ഇനി നിങ്ങൾ മേലാലും അങ്ങനെ തന്നെ ഉണ്ടാകും. സ്തോത്രം. എന്താണ് സത്യത്തിന്റെ പരിജ്ഞാനം? ആപ്പിള് കൈ കിട്ടിയിട്ട് ഇതെന്താണെന്ന് ചോദിച്ചത് അത് അറിയത്തില്ലെന്ന് പറഞ്ഞവരാ. സത്യത്തിന്റെ പരിജ്ഞാനം. സത്യമല്ല എന്താ? ആരാ പറഞ്ഞത്? യേശുവാണ് സത്യം. ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യം യേശു. സുകുമാരഴിക്കോടിന് വരെ മനസ്സിലായി. മരിച്ചുപോയ സുകുമാരഴിക്കോട് മലയാളത്തിലെ ഏറ്റവും നല്ല പ്രസംഗകനും നല്ല എഴുത്തുകാരനുമായിരുന്നു. സുകുമാരഴിക്കോട് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, സത്യം ഒന്നേ ഉള്ളൂ, അത് 3-ാം ദിവസം ഉയർത്തുന്നത്. സത്യം യേശു. അത് യേശു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അത്രേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഒന്നും അറിഞ്ഞില്ലെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അത് ലഭിച്ചവർക്ക് അറിവുകളുണ്ട്. ഏതറിവ്? മുമ്പേ പറഞ്ഞ അറിവുകളില്ലെങ്കിലും, ശാസ്ത്രകോളത്തെ കുറിച്ച് അറിവില്ലെങ്കിലും, എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കണം, ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്താണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്തിനങ്ങനെ ക്രൂശിക്കപ്പെട്ടു, ക്രൂശിൽ കൂടെ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്, ക്രൂശിൽ കൂടെ നേടിയ നേട്ടത്താൽ നമുക്കെന്ത് കിട്ടും, ഇവയൊക്കെ അറിയാവുന്നവരാണ് ഏത് വള്ളപ്പെടുത്തി പോകാത്ത ദൈവം. ഇതൊക്കെ എഴുതി വെച്ചവര് പലരും വള്ളപ്പെടുത്തി പോരാണ്ട്. സ്വന്തം മീൻ പിടിക്കാൻ പോയി നടന്ന പത്രോസ് എഴുതി വെച്ചിരിക്കുന്ന 2 ലേഖനങ്ങളുടെ ഘനം പൗലോസ് എഴുതിയ അത്ര ലേഖനത്തിന്റെ തൂക്കമാണ് പത്രോസ് എഴുതിയ 2 ലേഖനം. സ്വതന്ത്രം. ശാസ്ത്രത്തെ വരയപ്പുള്ളി ഇന്നത്തെ സംഭവങ്ങളെ വിവേചിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞ ശാസ്ത്രം പലതും കണ്ടുപിടിച്ചു. അപ്പൊ പരിശുദ്ധാത്മ നിയോഗം ഉണ്ടെങ്കിൽ എല്ലാം ഗ്രഹിക്കാൻ നല്ല തിരിച്ചറിവുണ്ട്. സംശയം വേണ്ട. കൃപ പ്രാപിച്ചവരാണ് ഗലാത്യ സഭക്കാർ. ഒരു ദാക്ഷിണ്യമില്ല അവർ പ്രാപിച്ചത്. ക്രൂശിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടറിയാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് നന്നായി അറിയാം. അറിയാൻ മേലെന്നൊന്നും പറഞ്ഞ ആർക്കും ഒഴിയാൻ പറ്റും. പക്ഷെ ഇവരുടെ ശാഠ്യ എന്താ? ഇവരുടെ ശാഠ്യം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്ന്, അറിയാവുന്ന സത്യത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വ്യതിചലിക്കുക, മാറിപ്പോകുക, മറിഞ്ഞുപോകുക. 4-ാം വാക്യം അതല്ലേ പറയുന്നത്? 4-ാം വാക്യം വായിച്ചു. അടുത്തത് വായിച്ചു.
ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ, അവിടെ ഉറപ്പിച്ച പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വിളിച്ചത് ക്രിസ്തുവിന്റെ കൃപയാലാണ്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവൻ പിതാവായ ദൈവം. ക്രിസ്തുവിന്റെ കൃപ പിതാവ് നൽകി. കൃപയാൽ ക്രിസ്തുവിൽ കൂടെ നമ്മളെ പിതാവ് തന്നിലേക്ക് വിളിച്ചു. ആ വിളിയെ കുറിച്ചാണ് പറഞ്ഞത്. കൃപയാൽ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്, ദൈവത്തെ വിട്ട്. ദൈവം വിളിച്ചോ? വിളിച്ചതാ. കൃപ പ്രാപിച്ചോ? പ്രാപിച്ചതാ. ക്രിസ്തുവിൽ കൂടെയാണോ? അതെ. ഇപ്പോഴോ വിട്ടു. അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മൾ വായിച്ചോ ഒച്ചത്തിൽ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറെ ഒരു സുവിശേഷത്തിലേക്ക് പൗലോസ് ആശ്ചര്യപ്പെട്ടു. വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുക. സ്തോത്രം. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ തന്നെ മാറിയെടുക്കുക. സുവിശേഷം യേശുവാണ്. ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുക എന്ന് പറഞ്ഞാൽ ഒറിജിനലിൽ നിന്ന് ഏതോ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് മാറുക. സ്തോത്രം. പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റിലേക്ക് പോകും. പേരാരുടെ? യേശുവിന്റെ. പ്രവൃത്തിയോടെ സാത്താൻ. പ്രവർത്തിക്കുന്നത് ആരോട്? യേശുവിനോട്. പ്രവർത്തിക്കുന്നത് ആരുടെ പദം? സാത്താൻ. പൗലോസ് ചോദിക്കും, ഇത്രപ്പെട്ട നിങ്ങൾ ഈ കൃപയിൽ നിന്ന് മാറിപ്പോയത് എന്നെ ആശ്ചര്യപ്പെട്ടു. സ്തോത്രം. ഈ യാത്രയിൽ ഇരിക്കുന്നിടത്തിൽ ചിന്തിച്ചേ, ഇറങ്ങിത്തിരിച്ച കാലത്തിന്റെ തീഷ്ണത, ഇറങ്ങിത്തിരിച്ച കാലത്തെടുത്ത തീരുമാനങ്ങൾ, ഇറങ്ങിത്തിരിച്ച കാലത്തിൽ ചെയ്ത പ്രവർത്തികൾ, ഇന്ന് അതിനെ പുറങ്കാലിനടിച്ചിട്ട് അവരവർക്ക് ബോധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നീ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറക്കും. നീ വരുന്നത് പെന്തക്കോസ്തിലായിരിക്കാം, നീ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടായിരിക്കാം, നീ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, തൊള്ളുന്നുണ്ടായിരിക്കാം, കൈയടിക്കുന്നുണ്ടാകാം, സഭായോഗത്തിന് വരുന്നുണ്ടാകാം, ഉപവസിക്കുന്നുണ്ടാകാം. പക്ഷെ യേശു ഏതാണെന്ന് പരിശോധിക്കും. ആത്മീയഗോളത്തിൽ ഏറിയ പങ്കും മറ്റൊന്നിലേക്ക് മറിഞ്ഞു കഴിഞ്ഞു. ഈ കാത്തിരിപ്പ് യോഗത്തിൽ നിങ്ങളോടും എന്നോടും ദൈവത്തിന് പറയാനുള്ളത് തിരിച്ചു വരണം. ഒറിജിനലിലേക്ക് തിരിച്ചു വരണം. ഡ്യൂപ്ലിക്കേറ്റ് പാടില്ല. കേരളത്തിലാണെങ്കിൽ പറയും കുന്നംകുളം സാധനം മേടിക്കും. കുന്നംകുളം ഒരു സ്ഥലമാണ് തൃശ്ശൂരിനപ്പുറം. കേരളത്തിൽ എന്ത് സാധനം ഇറങ്ങുന്നോ അതിന് അന്നേരം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആദ്യം ഇറങ്ങുന്ന സ്ഥലമാണ് കുന്നംകുളം. ഒരു പേന ഒറിജിനൽ ഇറങ്ങിയാൽ ഒറ്റ ആഴ്ചയ്ക്ക് കുന്നംകുളംകാരൻ അതേ പേന അതേ ഇരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ്. സ്വതന്ത്രം. നിങ്ങൾ ഷർട്ട് മേടിക്കാനൊക്കെ ചെല്ലും, തുണി മേടിക്കാനൊക്കെ ചെല്ലുമ്പോൾ ശശാനൊക്കെ അറിയാം. അതിനോട് ചില സ്ഥലത്തേക്കും ബ്രാൻഡഡിന്റെ എമ്പളം വെച്ച ബ്രാൻഡഡിനെ വെല്ലുന്ന സാധനം 2500 തുടങ്ങുന്ന സാധനം എത്ര രൂപയ്ക്ക് കിട്ടുന്നു? എറണാകുളത്ത് കിട്ടുന്ന 200 രൂപയ്ക്ക്. സ്വതന്ത്രം. എമ്പളം കണ്ടോണ്ട് 200 രൂപ കൊടുത്ത് മേടിക്കുക. പക്ഷേ ബ്രാൻഡഡ് അല്ല, അവരുടെ എമ്പളം വെച്ചിരിക്കുന്നെന്ന് മാത്രം. അതാണ് പൗലോസ് പറയുന്നത്. കൃപ പ്രാപിച്ചിട്ടും ക്രിസ്തുവിന്റെ കൃപയാൽ
നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിട്ടും വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറും. സ്തോത്രം ചെയ്താൽ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എനിക്കൊന്ന് കൊറോണയുടെ സമയത്ത് യോഗങ്ങളില്ലായിരുന്നല്ലോ, പ്രാർത്ഥനാ കൂട്ടായ്മയില്ല, അതുകൊണ്ട് അവരുടെ ശബ്ദം കേൾക്കും. അതാണ് സ്തോത്രം. കൊറോണയുടെ സമയത്താണ് നീ ഒന്ന് ഒച്ചയൊക്കെ വെച്ച് കേൾപ്പിക്കണ്ടായിരുന്നു അവളെ. സ്തോത്രം. ശ്രദ്ധിക്കുക. ഒച്ച വന്നപ്പോൾ ഞാൻ ഒച്ച പൊക്കുകയും ശ്രദ്ധിച്ചു. അറിയാതെ വരുന്നു പോകുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം അറിയിക്കുക. വേഗത്തിൽ മറിയുക. എന്താ പ്രശ്നം? ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ സിറ്റുവേഷൻ ഒക്കെ മാറും. പഴയ രീതികളൊക്കെ ഒന്ന് മാറും. ഇപ്പൊ മാന്യമായിട്ട് ഉടുക്കാൻ വസ്ത്രമുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താനുള്ള ചിന്തകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളെല്ലാം മറക്കുക. വന്ന വഴികളെ ഒരു ആളുകൾ എന്ത് ചെയ്യുക? മറക്കുക. എന്നെ എപ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നൊരു വാക്യം, ദാവീദ് ആട്ടിടയനായി ചേട്ടന്മാർക്കും പപ്പനൊന്നും വേണ്ടാത്തവനായി ആട്ടിടയനായി കിടന്നവനെ പൊക്കി പൊക്കി ദൈവം സിംഹാസനത്തിൽ കൊണ്ടിരുന്നു. സിംഹാസനം. ദാവീദ് ഇങ്ങനെ സിംഹാസനത്തിൽ അവന്റെ മുഖത്തോട്ട് നോക്കി ദൈവം ഒരു വാക്യം പറയുന്നു, ഞാൻ നിന്നെ പുറങ്ങളിൽ നിന്നെടുത്തുമെന്ന് നീ ഓർത്തോ. ഇപ്പൊ നീ എവിടെ ഇരിക്കുന്നേ? സിംഹാസനത്തിലായിരിക്കുന്നു. സിംഹാസനം, രാജാവിന്റെ സിംഹാസനം. നീ രാജാവോ, പക്ഷെ എപ്പോഴും നീ ഓർത്തോണം, ഞാൻ നിന്നെ എടുത്തത് പുൽപ്പുറങ്ങളിൽ നിന്നാണ്. പ്രിയപ്പെട്ട ദൈവങ്ങളെ, ഇന്ന് നമുക്ക് നന്മ ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ, നല്ല വീടുണ്ടാകട്ടെ, നല്ല വാഹനം ഉണ്ടാകട്ടെ, സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാകട്ടെ, അത്യാവശ്യം ദാരിദ്ര്യങ്ങളെല്ലാം എല്ലാവരിൽ നിന്ന് മാറട്ടെ. ഒരു തെറ്റുമില്ല, ദൈവം എല്ലാവരും അങ്ങനെ നടത്തട്ടെ. പക്ഷേ നിന്റെ പരിപാടി വന്ന വഴികളെ മറന്നുകൊണ്ട് അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്ന പരിപാടി അത് അവസാനിപ്പിച്ചോ. സ്തോത്രം. നടന്നു പോകുന്ന വഴികൾ, ആഹാരം കഴിക്കാനില്ലാത്ത ദിവസങ്ങൾ, ഒരിറ്റ് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ, ബുദ്ധിമുട്ടിയ ദിവസങ്ങളൊക്കെ ഓർക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിലെ കയറി താമസം കയറി പാർക്കിൽ അവിടെ വീട്ടിൽ പ്രാർത്ഥനയാണ്. എന്നെ അവിടെ ക്ഷണിച്ചു. ഞാൻ അവിടുത്തെ അമ്മച്ചിയായിട്ട് സംസാരിച്ചു. അതിനകത്ത് പ്രസംഗമെല്ലാം കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ അമ്മച്ചിയായിട്ട് സംസാരിച്ചു. അവിടുത്തെ അമ്മച്ചി എന്നോട് പറയും, മോനെ, എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ഒരു കപ്പാണ് വീട്ടിലുണ്ടാകും. ഒരു കപ്പ്. ഞങ്ങൾ രണ്ടുപേരും കൈക്ക് പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരും. ഒരോലപ്പന, ചാണകം മെഴുകിയ ഓലപ്പന, ഒരു കപ്പായിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ കുടിക്കാൻ ഒരു കപ്പിൻ്റെ അകത്താണ് അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പത്തെ കാര്യങ്ങൾ കരുതും. പാല് ഒരു കപ്പിലാണ് ഞങ്ങൾ കുടിച്ചത്. ഒരു കപ്പ്. 2 പാത്രമില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ മറ്റൊരു പാത്രം എടുക്കാൻ ഞങ്ങളുടെ വീട്ടിലില്ല. അത്രയ്ക്ക്. അന്ന് അവൻ ഓല പോലും ശരിക്ക് കെട്ടാനില്ലാത്ത അനുഭവം. എന്നാൽ അവര് പറയുക, വിശ്വസ്തയോടെ എന്ത് ത്യാഗം സഹിച്ച് ദൈവത്തെ സേവിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചു. ഒരു പറഞ്ഞൊരു ഭാഷയുണ്ട്, കാലേ തൊഴിയില്ലാതെ കൂട്ടായ്മകൾക്ക് വേണ്ടി ഓടി, യോഗങ്ങൾക്ക് വേണ്ടി ഓടി. അവൻ കിട്ടുന്ന സമയങ്ങൾ മുഴുവനും തോറത്ത് പഠിച്ച് തലയിലിട്ടുകൊണ്ട് ചാണകം മെഴിയ തറയിലിരുന്ന് കണ്ണുനീര് വഴുക്കി അവൻ, ഞാൻ ഇരിക്കുന്ന സ്ഥലമായി ഈ സ്ഥലത്ത് ഈ ഒരു ഭാഗത്ത്, അവരാ പുതിയ പെരയുടെ ഭാഗത്ത് ചൂണ്ടിക്കാണില്ല, ഈ ഒരു ഭാഗത്ത് ഞാൻ അന്നിരുന്നത് അവൻ തറയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചാണകം മെഴുകിയ സ്ഥലത്ത് ചില ഭാഗങ്ങൾ ഉണങ്ങാതെ കിടക്കും. കാരണം എന്റെ കണ്ണുനീര് വീടെന്നോട് മതി.
അവിടെ ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. അവിടെ എപ്പോഴും നനഞ്ഞു കിടക്കും. ഞാൻ കുനിഞ്ഞിരുന്ന് കരയുമ്പോൾ ധാരധാരയായ എന്റെ കണ്ണുനീര് അവിടേക്ക് വീഴും. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇന്നും എനിക്ക് ആ വിശ്വാസമുണ്ട്. എന്റെ കുഞ്ഞുങ്ങളോടും കൊച്ചുമക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ന വഴി മറക്കല്ല് കേട്ടോ. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ ദൈവത്തെ മറക്കരുതെന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? ദൈവത്തെ മറക്കരുതെന്ന് പറഞ്ഞാൽ യേശു യേശു എന്ന് പറഞ്ഞ് ഓർത്തിരിക്കണം എന്നാണ്? അല്ല. ദൈവത്തെ മറക്കരുതെന്ന് പറഞ്ഞാൽ പ്രമാണം മറക്കരുത്. പ്രമാണത്തിന്റെ ഒപ്പം മാറുന്നു. നിന്റെ ഓർമ്മയിൽ യേശു ദൈവം എന്നൊക്കെ ഉണ്ടെങ്കിലും പ്രമാണത്തിന് തെറ്റിയാൽ നീ ദൈവത്തെ മറക്കുക. ഒരു വാക്കുണ്ടല്ലോ ബൈബിളിൽ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. അതിന്റെ അർത്ഥമല്ല ഇപ്പൊ യേശുവിനെ ഒന്നും ഓർക്കുന്നില്ല, യേശു ആരാന്ന് അറിയത്തില്ല, അതൊന്നും അങ്ങനെ അതല്ല, ആ മറവിയല്ല. ഓർമ്മയിൽ നിന്നൊരാളെ മറന്നുകളെന്ന് മറവിയല്ല. നീ കയറെ തൂങ്ങാൻ കയറുമ്പോഴും യൂദായിക്കറിയാം യേശുവിനോട് ചെയ്ത തെറ്റാണ്. യേശുവിനെ മറന്നിട്ടില്ല. പക്ഷേ യൂദായുടെ പ്രവൃത്തി കൊണ്ട് അവൻ ദൈവത്തെ മറന്നു. യൂദായിക്ക് യേശുവിനെ തൂങ്ങാൻ കയറുമ്പോഴും ആരെ അറിയാം? യൂദായിക്ക്. അതുകൊണ്ടാണല്ലോ കുറ്റമില്ലാത്തവന്റെ രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് കിഴിക്കെട്ടിന്റെ അകത്ത് പൈസ കൊണ്ടുവന്ന് ദേവാലയത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ യേശു എന്ന ഓർമ്മ മാത്രമല്ല, അവൻ കുറ്റമില്ലാത്തവനായ യേശു എന്നും യൂദായിക്കറിയാം. പക്ഷേ അവൻ പ്രമാണം വഴി പ്രവൃത്തി വഴി ദൈവത്തെ മറന്നവന്റെ അവൻ അന്ത്യം ഒരു മുഴൻ കയറിൽ അവസാനിച്ചു. ദൈവം അവനെ കീറിക്കളഞ്ഞു. ചിലരൊക്കെ തെറ്റ് ചെയ്താലും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ സഭയിലോട്ട് വരിക, പാസ്റ്ററും പ്രാർത്ഥിക്കണം, ഇതെല്ലാവരും പ്രാർത്ഥിക്കണം. നീ ദൈവത്തെ ഓർക്കുന്ന ആളാണെന്നാണ് ചിന്തിക്കുന്നത്. പ്രമാണത്തിലും വിശുദ്ധിയിലും വ്യവസ്ഥയിലും നിൽക്കുന്നവർ മാത്രമാണ് ദൈവത്തെ ഓർക്കുന്നവർ. പ്രമാണം തെറ്റിച്ചിട്ട്, വ്യവസ്ഥ തെറ്റിച്ചിട്ട്, ജീവിതം നശിപ്പിച്ചിട്ട്, അത് ദൈവ കൽപ്പന ലംഘിച്ചിട്ട്, ദൈവിക വിശുദ്ധിക്ക് കളങ്കമില്ലാത്തിട്ട് നീ എന്നാ പ്രാർത്ഥിച്ചാലും നിന്റെ പേര് ദൈവത്തെ മറന്നവൻ, ദൈവത്തെ മറന്നവൻ. സ്തോത്രം, സ്തോത്രം. പാടിയ പാട്ടിന്റെ വരി ജാതികൾ യേശുദാസ പാടിവിട്ടെങ്കിൽ പോലും അർത്ഥമുള്ളൊരു പാട്ടനുണ്ട്. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിപ്പാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ആരെയൊക്കെ മറന്നാലും ദൈവത്തെ എന്ത് ചെയ്യരുത്? മരിക്കേണ്ട വന്നാലും പ്രമാണത്തിന് വേണ്ടി ഒരാണിവിടെ മാറും. മരിക്കട്ടെ, മരിച്ചോട്ടെ. മരണം എന്ന് പറഞ്ഞാൽ തീരും. നമ്മൾ ചിന്തിക്കരുത്, ജാതികളെ പോലെ ചിന്തിക്കരുത്. തീരുക, തുടങ്ങുക. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടക്കം.
ഒരു യഥാർത്ഥ ദൈവത്തിന് മരണം ഒരു തുടക്കം. അതുകൊണ്ടല്ലേ നമ്മുടെ മരണത്തെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്തോത്രം. ഒരു ഭക്തന്റെ തുടക്കം മരണത്തിൽ കൂടെ. സ്തോത്രം, 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 സ്തോത്രം. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉടനീളം മരണം സംഭവിക്കുന്നു. അതിന് മരണം തന്നെയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ ദിവസേന മരിക്കും. ജഡത്തെ മരിപ്പിക്കുക, അവൻ പാപം സംബന്ധിച്ച് മരിക്കുക, തുടർന്ന് ജഡത്തെ മരിപ്പിക്കുക. മരിച്ച് മരിച്ച് ആത്മാവിൽ ജീവിക്കുന്നവനാണ് നിത്യജീവനിലേക്ക് കടക്കുന്നത്. ശരിയായ പെന്തക്കോസ്തുകാരന് മരണം എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലിന്റെ ആവശ്യമില്ല. സ്തോത്രം. എല്ലു വിളിച്ചോണ്ടാണ് നമ്മൾ മരണത്തിൽ വരുന്നത്. ഹേ മരണമേ, നിന്റെ ഈ പാതാളമേ, നിന്റെ വിഷമുണ്ട് ഇവിടെ. സ്തോത്രം. മരണത്തെ നമുക്ക് വേണ്ടി തുടക്കമാണ്, നല്ല വാസത്തിന്റെ തുടക്കം. അതല്ലേ പൗലോസ് വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആകാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. മരിക്കുന്നത് ലാഭം. സ്തോത്രം. നമുക്കോ പേടി. സ്തോത്രം. എങ്ങാനും സന്ധ്യയാകുന്ന ഒരു പാട്ട്, ബന്ധപ്പെട്ടോടും എന്നാലും പേടിയത്. ഇപ്പോഴാണ് ഈ പാട്ട് പാടുന്നത്. എപ്പൊ പിന്നെ എപ്പോഴാണ് പാടുന്നത്? പതയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാണ് പാടുന്നത്. അതൊക്കെ പാടി ആത്മാവിൽ നിറയണം. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എന്ന വരികൾ ഉള്ള കത്തുന്നില്ലേ ആ വരികൾ? അത് വേഗം നിന്നെ കാണുക. അല്ലെങ്കിൽ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് യേശുവിനെ കാണണം. അല്ലെങ്കിൽ മരണമാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ മരിച്ചാൽ എനിക്ക് വിഷയമല്ലെന്ന് തഞ്ചത്തോടെ പറയാൻ എത്ര പേർക്ക് രാത്രി കഴിയും? എന്തിനാ പേടിക്കുന്നത്? വലിയ വലിയ ഭാഷന്മാർ വരെ ജയക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മരണത്തെ പേടി. ഗുണമില്ലാത്തതുകൊണ്ട് ജീവിതം ശരിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്ര മരണത്തെ പേടിക്കുന്നു. മരണം ആസ്വദിച്ചെന്ന് ബൈബിൾ വാക്കുണ്ട്. മരണം ആസ്വദിച്ചു. എബ്രായരെല്ലാം പറഞ്ഞ് പഠിക്കുമ്പോൾ 2-3 സ്ഥലത്ത് നിന്ന് വിശ്വാസത്താൽ അവർ മരിച്ചു. ആ വാക്യൊക്കെ വായിക്കും ഉള്ളം. വിശ്വാസത്താൽ അവർ മരിച്ചു. മോശയുടെ മരണത്തിന്റെ ഭാഗത്ത് ജീവിച്ചിരിക്കുന്നതാണെന്ന് അറിയോ? മോശയുടെ മരണത്തിന്റെ ഭാഗത്ത് ജീവിച്ചിരിക്കുന്നത് വചനപ്രകാരം മരിച്ചു. എന്തുവല്ലേ അതൊക്കെ വായിക്കുമ്പോൾ, കർത്താവേ എനിക്കും അങ്ങനെ മരിക്കുവാൻ, വചനപ്രകാരം മരിക്കുവാൻ, വിശ്വാസത്താൽ മരിക്കുവാൻ, മരണം ആസ്വദിച്ചുകൊണ്ട് ദൈവശക്തി ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. കരകൾ ഉയർത്തി കണ്ടിരിക്കാൻ ഒരാള് ഒരു പ്രവാചകൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ. ഒരാഗ്രഹം ആഗ്രഹം. അങ്ങനെ മരിച്ചില്ല പുള്ളി ശരിയല്ലായിരുന്നു. അമ്മയെങ്കിലും പുള്ളി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. പുള്ളി ഭക്തനല്ലാത്തത് കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ എന്ത് ചെയ്യട്ടെ? മരിക്കട്ടെ. പുള്ളി ആഗ്രഹിച്ചു ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ. ഭക്തന് മരണത്തെ പേടി. സ്തോത്രം. ഭക്തൻ ഏത് സമയത്ത് പോകാൻ കഴിയും. നമ്മൾ രാത്രിയിലൊക്കെ കിടക്കയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ എല്ലാം വീട്ടുപ്രാർത്ഥന കഴിഞ്ഞാലും രാത്രി നമ്മൾ കിടക്കാൻ നേരം നമ്മൾ തന്നെ പ്രാർത്ഥിക്കും. എല്ലാവരും കിടക്കുമ്പോൾ നമ്മൾ എഴുതും, കർത്താവേ സഹായിക്കും, ഇന്ന് രാത്രി എന്റെ മരണം വന്നിട്ട് എന്നെ നിന്റെ സന്നിധി ചേർന്നു. അല്ല, ഇത് രാത്രി നിന്റെ വരവാണ്, നിന്റെ സന്നിധി എനിക്ക് കാണാം. അവൻ സ്വന്തം അല്ല, അടുത്ത പ്രഭാതമുണ്ടെങ്കിൽ വീഴാതെ നിൽക്കാനുള്ള കൃപ ഈ രാത്രി എന്റെ മേൽ പകരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ആരെങ്കിലും കിടക്കുന്നു? നിങ്ങളൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാണ് എനിക്കിരിക്കുന്നത്. രാത്രിയിലെ ഒറ്റയ്ക്ക് കിടക്ക് കട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക്, കർത്താവേ
ഈ രാത്രി എൻ്റെ മരണമാണെങ്കിൽ എൻ്റെ ആത്മാവിനെ നിന്റെ സന്നിധിയിൽ കിടക്കുന്നു. സ്തോത്രം. അവൻ ചില ദിവസം കിടന്നാൽ നാളെ എഴുന്നേക്കാൻ താരം വിചാരിക്കണ്ട. എത്ര സന്തോഷം ആ ഉറക്കത്തോടുകൂടി നമ്മുടെ പ്രാണൻ പോവാണെങ്കിൽ എത്ര സന്തോഷമാണ്. സ്തോത്രം. നീതിമാന്റെ മരണം ഉറക്കം പോലെ. സ്തോത്രം. അറിയുന്നില്ല എന്നുള്ളതല്ല. ഉറക്കം പോലെ എന്ന് പറഞ്ഞാൽ താൻ പോലും അറിയാതെ തന്റെ പ്രാണനെ മൂക്കും. സ്തോത്രം. സമയം പറഞ്ഞ ദൈവത്തിന്റെ ഭക്തന്മാരുണ്ട്. അടുത്ത നിമിഷം ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്കും. കഴിഞ്ഞയുടെ ഒരു മരണം വെൺമണി നടന്നു. ഞാൻ താമസിക്കുന്ന അടുത്ത് വരുന്നു. നല്ലൊരു പിതാവ്, വിശ്വസ്തനാണ്, ദൈവത്തെ വിശ്വസ്തത ചെയ്തു. മകനോട് തലേ ദിവസം വൈകുന്നേരമായപ്പോൾ ഞാൻ നാളെ 12 മണിയോടുകൂടെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെ പോകും. ഞാൻ നിനക്ക് തന്ന വിശ്വാസത്തിന് വേണ്ടി, ദൈവവിശ്വാസത്തിന് വേണ്ടി നീ വിശ്വസ്തനായി നിൽക്കണം എന്ന് പറഞ്ഞ് മകനെ അടുത്തിരുത്തി പറഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം 12 മണിയായപ്പോൾ ലോകത്തിൽ സ്വതന്ത്രം. ഒരുമാതിരിപ്പെട്ട ഭക്തന്മാർക്കെല്ലാം ഞങ്ങളുടെ മരണ ദിവസം പൗലോസ് പറഞ്ഞു, എൻ്റെ നിര്യാണ കാലം അടുത്തു. യേശു പറഞ്ഞു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. ഞാൻ മരിക്കാനുള്ള, ഭൂമിയിൽ എൻ്റെ ജീവനെ കൊടുക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതൊക്കെ എത്ര ഭാഗ്യമാണ്. മര്യാദ ജീവിക്കാൻ നമ്മളോട് സംസാരിക്കും. കർത്താവിനോട് സ്നേഹമുള്ളവരായി, പ്രമാണങ്ങളെ അനുസരിക്കുന്നവരായി, ദൈവത്തെ ഓർത്തനുസരിക്കുന്നവരായി ജീവിച്ചാൽ നിന്നോടും സംസാരിക്കും. ആമേൻ. സ്തോത്രം. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. നാളെ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് മരിച്ചു എത്രയോ പേരാണ്. ആമേൻ. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ചേട്ടനും അനിയനും മാത്രം ഒരു വീട്ടിൽ താമസിക്കുക, ചേട്ടന് അനിയൻ ശുശ്രൂഷിക്കുക, ചേട്ടൻ കിടക്കുന്ന രോഗിയെ തീർത്ത് വയ്യാതെ കിടക്കുക, വിശ്വാസ വീരനായി ദൈവത്തിന് വേണ്ടി എന്ന മനുഷ്യൻ കിടക്കുക. അപ്പോൾ ഒരു ദിവസം അനിയൻ എവിടെയോ പോയിട്ട് വന്നപ്പോൾ ചേട്ടൻ ഭിത്തിയോട് ചേർന്ന് കിടക്കും. ഉടനെ അനിയൻ പറഞ്ഞു, അച്ഛാന അങ്ങനെ ചേർന്ന് ഇങ്ങോട്ട് മാറി നടുക്ക് കിടക്കാൻ നിയമം മാറിക്കണം, ദൂതന്മാർ വന്നിരിക്കുന്നു എന്നെ കൊണ്ടുപോകാൻ. അല്പസമയം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അല്പം അങ്ങോട്ട് മാറിക്കിടന്നത് എനിക്ക് പോകാൻ സമയം കുറച്ചും കൂടെ ഉണ്ട്. അതിനു മുമ്പ് ദൂതന്മാർ വന്നെ കട്ടിലിരിക്കുക, അവർക്ക് ഇരിക്കാൻ ഞാൻ അവസരം കൊടുത്ത് അങ്ങോട്ട് മാറിക്കിടന്നു പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിക്കിടന്നു. പുള്ളിയോട് കിടന്ന് പാടാൻ പറഞ്ഞു, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, അവ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്തൊരു പ്രത്യാശയാണ്. ഇതാർക്ക് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവരാണ് ദൈവത്തെ ഓർക്കുന്നത്. ഇത്ര വേഗത്തിൽ ദൈവത്തെ മറന്നു കളയുന്ന മറ്റൊരു യേശുവിലേക്ക് തിരിയുന്ന ആർക്കും ദൈവസന്നിധിയിലെത്താൻ കഴിയില്ല. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും രക്ഷയില്ല, എത്ര മണിക്കൂർ ഉറഞ്ഞു തുള്ളിയാലും രക്ഷയില്ല. പ്രമാണത്തിൽ നിൽക്കാത്ത ഒരിടപാടും ദൈവം സ്വീകരിക്കുന്നതല്ല. ദൈവത്തിന് വലുത് തന്റെ പ്രമാണമാണ്. അതുകൊണ്ടല്ലേ തീർപ്പ കൂട്ടും 7 മടങ്ങ് വർദ്ധിക്കും. ആരാ പറഞ്ഞു? രാജാവ്. കുട്ടിക്കും ഒരു ചാൻസും കൂടെ തരാം. എന്തിന്? വീണ്ടും നമസ്കരിക്കാം. വാദ്യഘോഷങ്ങൾ മുഴങ്ങുമ്പോൾ വീണ്ടും നമസ്കരിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടും. എന്റെ ഭാഷ ഞാൻ എപ്പോഴും പറയും, രാജാവിനോട് ചന്ദ്രക്കും മേശത്തും അഭിനന്ദവും. രാജാവേ, ആ വാദ്യഘോഷങ്ങൾ മുഴക്കുന്നതും കൊട്ടുന്നതും ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പൈസ കളയണ്ട, നീ കൊട്ടിക്കണ്ട, ഞങ്ങൾ നമസ്കരിക്കൂല. വഴിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ചൊല്ലടാ രാമരാമ എന്ന് പറയുമ്പോൾ ചൊല്ലരുത്. തലയൊന്നും പൊക്കോട്ടെ. അവിടെ നിന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു, യേശുവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ യേശുവിനെ തള്ളി പറയുന്നു, ധൈര്യത്തോടെ പറയണം. അല്ലെങ്കിൽ പാടരുത്, ജീവൻ വെച്ചി രക്ഷകന അന്ത്യശ്വാസം വരെയും
വഴിയിലൊക്കെ വന്ന് ചിലര് പറയാം, ഞങ്ങളിവിടെ വന്നു പോയി, ഞങ്ങളിങ്ങനെ അറിഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഇന്നത് എഴുതിയിട്ടുണ്ട്. ട്രാക്ടറുടെ കൊടുത്തിട്ട് ഇന്നാൾ പറയാ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങള് അറിഞ്ഞു. അപ്പൊ ഇതിൻ്റെ അകത്ത് വേറെ വേണ്ട സിനിമാ കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുന്ന ട്രാക്ടറിനകത്ത് സിനിമാ കഥയാണെന്ന് നോക്കുന്നത്. സ്തോത്രം. ഞങ്ങളൊരു ട്രാക്ടർ കൊടുക്കാൻ ഒരാൾ ചോദിച്ചു, ഇതിനകത്ത് നിങ്ങളുടെ ദൈവം മാത്രം, യേശു മാത്രം ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, അത് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയുന്ന യേശു മാത്രം ദൈവം. അപ്പൊ ഞങ്ങളും ദൈവങ്ങളല്ലേ? അപ്പൊ പിന്നെ വെപ്പ അടിക്കരുത്. അതെ, നിങ്ങളുടെതും ദൈവങ്ങളും. അപ്പൊ പിന്നെ ഞങ്ങൾ പറയാം, ഈ ലോകത്തിലെ ദൈവങ്ങളെന്നാ ബൈബിൾ വിളിച്ചത്. ഈ ലോകത്തിലെ ദൈവങ്ങൾ. അത് നോക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവന്റെ ഒപ്പുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അവൻ ഇവയൊന്നും ചെയ്യും, അവയെ ഉണ്ടാക്കുന്നവരും അവയെ നമസ്കരിക്കുന്നവരും അവയെ പോലെ തന്നെ. നേരെ കൊണ്ട് പറയും, പിടിച്ചു നിർത്തി ബോധവൽക്കരിക്കണം, കല്ലിച്ച് നിൽക്കുകയായിരുന്നു. സ്വോത്രം പറഞ്ഞ് കൈക്ക് കൊണ്ടുപോയി. സഹോദരൻ പറഞ്ഞ സത്യം, നിങ്ങൾ ഇത്രയും സയൻസ് ശാസ്ത്രമൊക്കെ വളർന്നപ്പോൾ നിങ്ങൾക്ക് തലകൊണ്ട് നിൽക്കാൻ പറ്റും. നിങ്ങൾ ആരാധിക്കുന്ന കല്ലും കൊണ്ടുപോയി എന്ന് തീർത്ഥം കൂടെ പറയാം. അതിന് ചിലപ്പോൾ അടുത്ത നിമിഷം തല വിട്ട് പറയും, തല വിട്ടി നമ്മൾ രക്ഷപ്പെടുകയും. സ്വോത്രം. എന്റെ സുഹൃത്ത് ജെയിംസ് പാസ്റ്റർ വൈക്കം ടൗണിൽ IPC ചർച്ചയിരിക്കുന്നു. അദ്ദേഹത്തിനേക്കാളും പ്രായമാണ്. വളരെ ആത്മാർത്ഥ സ്നേഹമുള്ള ദൈവദാസൻ. വൈക്കത്തെ അമ്പലത്തിൽ ഇങ്ങനെ എഴുന്നള്ളത്തറങ്ങും. അപ്പം അമ്പലവാളികൾ തുള്ളി വരിക. വൈക്കത്തെ അമ്പലം വലിയ ഉത്സവം നടക്കുന്നുണ്ട്. തുള്ളി ഇങ്ങോട്ട് വരിക. വരുമ്പം ആ റോട്ടിലാരും കയറി നിൽക്കാൻ പാടില്ല. റോട്ടിൽ കയറി നിൽക്കാൻ പാടില്ല. കാരണം ഇളകി വരും. ജെയിംസ് പാസ്റ്റർ ധൈര്യമാണ്. പുള്ളി എങ്ങാനും വിസിറ്റ് ചെയ്തിട്ട് റോഡ് അടച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിക്കതിലെ നമ്മുടെ അമ്പലത്തിന്റെ അപ്പുറേ പുള്ളി താമസിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നു. പുള്ളി തന്നെ അറിയാം, ആ റോഡിന്റെ നടുക്കൂടെ ഭാര്യയും മക്കളൊക്കെ വന്നു. അപ്പൊ അമ്പലത്തിൽ നിന്ന് തുള്ളി ഇങ്ങോട്ട് വരും. അപ്പൊ എല്ലാവരും ഞെട്ടി നിൽക്കുക. കാരണം ഇളകി വരിക. ജെയിംസ് പാസ്റ്റർ വരാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ കൈക്ക് കൊടുക്കുന്നു. നടന്നു വന്നപ്പോ അത് തുള്ളിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നപ്പോ പുള്ളി മാറിയില്ല. പുള്ളി നടന്ന് അങ്ങോട്ടിരുന്നു. അത് മാറി അപ്പുറം കൂടി അങ്ങോട്ട്. സ്തോത്രം. സ്തോത്രം. ഭയങ്കര പ്രശ്നമുണ്ടായി. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരാൾ പുള്ളിയുടെ മുണ്ടിങ്ങനെ പൊക്കിട്ട് മുട്ട് കാണിച്ചു. ഇത് കണ്ടോന്ന് ചോദിച്ചു. എന്നാന്ന് ചോദിച്ചു. ഞാൻ 18 വർഷം ഈ മുട്ടിൽ നിന്ന് കെട്ടി മലയ്ക്ക് പോയാണ്. എനിക്ക് ദേവതുല്യമായി കിട്ടിയിട്ടുള്ള ആളാണ്. ശാപിക്കുന്നു. ജെയിംസ് പാസ്റ്റർ ഇവരുടെ പാൻറ്റിന്റെ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിട്ടു. ഇത് കണ്ടോന്ന് ചോദിച്ചു. ഈ കറുപ്പ് കണ്ടോന്ന്, ഈ താഴ്പ്പ് കണ്ടോന്ന് ചോദിച്ചു. നീ 18 വർഷം കെട്ടിയതിനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് അഴിച്ച് അതിനറിയാമെന്ന് ചോദിച്ചു. സ്തോത്രം. കാലപ്പെട്ടു. സ്തോത്രം. ചേതറി കൂടും. അവൻ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ എന്തെയും. ഇനി ഇവിടുത്തെ മുഴുവൻ ആളും കൂടെ കൂട്ടി ശക്തിയും കൂടെ ഇളകി വന്നാലും നമ്മുടെ കർത്താവിനെ കഴിഞ്ഞും വലുതല്ല. പബ്ലിക്ക് പ്രസംഗിക്കേണ്ടതാ. പബ്ലിക് എന്റെ ഇതൊക്കെ വൈകിട്ട് എന്നൊക്കെ അറിയാമല്ലോ. പബ്ലിക് ഇതൊക്കെ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ധൈര്യത്തിന്റെ ആത്മാവിനെ, അവൻ ദൈവം തന്ന ജീവനെ എടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. സ്തോത്രം. ധൈര്യമായി നിൽക്കണം. ഒന്നിന്റെ മുമ്പിൽ കൂഞ്ഞരുത്. ധൈര്യത്തോടെ ശത്രുക്കും മേശക്കും അവേദനവും പറയാം, ഞങ്ങൾക്ക് വേണ്ടി ഇനി മോശപ്പെടേണ്ട, ഞങ്ങൾക്കൊരു പ്രവാദമുണ്ട്, അത് അടിയൽ വെച്ചിട്ട് ഞങ്ങൾ നമസ്കരിക്കൂല. അത് ആരുടെ മുമ്പിൽ പറയാൻ ധൈര്യമുണ്ട്? സാക്ഷാൽ നരേന്ദ്രമോദി വന്നാലും പറയണം, ഞങ്ങൾക്കൊരു പ്രമാണം, അതിന് വിട്ടൊരു ഇടപാടില്ല. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായി നിൽക്കണം. ദൈവത്തെ മറക്കരുത്. പ്രമാണത്തിൽ നിൽക്കാത്തവരെല്ലാം ദൈവത്തെ ചെറിയതായിട്ട് പ്രമാണം തെറ്റിക്ക് പോക്കണം. ദൈവത്തെ മറക്കുക. ചിന്തയിലും ഓർമ്മയിലും വായുവൊക്കെ കാണും. പക്ഷെ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ നീ അകലുകയാണ്. അതാണ് ഗലാത്യർ പറഞ്ഞത്, ഇത്ര വേഗത്തിൽ നിങ്ങളെ മറിച്ചു കളഞ്ഞല്ലേ. വായിച്ചു അടുത്തത് ചിലർ നിങ്ങളെ
കലക്കി. സാരമില്ല, ഇതൊക്കെ ദൈവം ചെയ്യും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ട് പിടിച്ചത് നിന്നെ കലക്കില്ല. പിതാക്കന്മാർ അടിത്തറയിട്ട് പണിത് വന്ന വ്യവസ്ഥകളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ നിന്റെ ഹൃദയം കലക്കി. ശരിയല്ല? ഇത് നമുക്ക് നടത്തണം. ഉപദേശിമാരോട് ചോദിച്ചു, വീട് പണിതാൽ കയറി താമസം നടത്തണം. ഒരു തെറ്റുമില്ല. എല്ലാവരും പ്രാർത്ഥിച്ച സഭയും ബന്ധുക്കളെയും വീട്ടുകാരെ അയൽവക്കക്കാരെ ഒക്കെ വിളിച്ചുകൂട്ടി നല്ലൊരു പ്രാർത്ഥന നടത്തി മാത്രമേ വീട്ടിൽ കയറി താമസം. പക്ഷെ ഉപദേശിക്ക് അടുക്കളയിൽ പോയി തീ കത്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു ഉപദേശി അടുക്കളയൊക്കെ തീ കത്തിക്കേണ്ട ഉപദേശപ്പെടുത്ത പോയി ബോധമുള്ള അപ്പച്ചന്മാര് ചെയ്യുന്നതിനാണ്. നിന്റെ അടുക്കള തീ കത്തിക്കാനല്ല ദൈവം എന്നെ ഉപദേശിക്കാൻ. അവരടുക്കള കയറി കത്തിക്കത്തില്ല. ബോധമില്ലാത്തവർ ഉപദേശിച്ചാണ് അവരടുക്കള പോയി കത്തി. അതിനെ ഉണ്ടാകും. 10 വർഷം സഭാചാരികനായ, അതും ഈ പ്രായത്തിലല്ല, നല്ല ചെറുപ്രായത്തിൽ 18ാമത്തെ വയസ്സ് മുതൽ 10 വർഷം സഭാചാരി. കൊടി കെട്ടിയ വമ്പന്മാരുടെ മുന്നിൽ സഭാചരിച്ചു. ഞാൻ അവസാനം ഇരുന്ന സഭയിലെ കെട്ടിടവും ബിൽഡിങ്ങും ആളുകളെയും കണ്ടാൽ ഞെട്ടുന്ന വലിയ 5 ഏക്കർ സ്ഥലത്താണ് ചർച്ച്, ബൈബിൾ കോളേജ്, ഓഡിറ്റോറിയം, 3 നില വീട്. ആ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വീടും ഏറ്റവും കൂടുതൽ കരമടയ്ക്കുന്നതും എൻ്റെ വിശ്വാസികളുടെ വീട്. അവരുടെ വീട് പണി തീർന്നപ്പോഴും അവർ വേർത്താമസം നടത്തണം, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വീട്ടിൽ കയറാവുള്ളൂ. എല്ലാവരും വന്നു. ഞങ്ങൾ ബന്ധുമിത്രാദികളെല്ലാം കൂടി എല്ലാവരും കയറി നല്ലോണം പ്രാർത്ഥിച്ചു. വന്നാൽ പ്രസംഗിച്ചതെന്നാണല്ലോ അന്നത്തെ പ്രസംഗം ചെയ്ത യെരൂശലേം ദേവാലയം വരെ പൊളിഞ്ഞു. യെരൂശലേം ദേവാലയം വരെ പൊളിഞ്ഞു. ഒറ്റ ഭൂമികളൊക്കെ എല്ലാം നദീ വീട് ദൈവം നിന്ന് പാർക്കാനാണ്. തെറ്റൻ നീതേ കൈപ്പണിയല്ലാത്ത വീട്. ഇത് താൽക്കാലികമാണ്. ഇതൊരു ദിവസം പൊളിഞ്ഞു. ഇതിന്റെ പെയിന്റ് മങ്ങും. ഇതിന്റെ തേച്ച ഭിത്തികൾ പൊളിക്കും. ഇതിന്റെ മേൽക്കൂലുകൾ ഒരു ദിവസം കാറ്റ് പറപ്പിക്കാം, എന്തും സംഭവിക്കാം. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. നല്ലവണ്ണം പ്രസംഗിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരടുക്കളയിലും ഒരു അമേരിക്കക്കാരന്റെ പണം കണ്ടുകൊണ്ട് അടുക്കളയിൽ പ്രാർത്ഥിക്കാൻ പോയില്ല. പണം ഉണ്ടെങ്കിൽ നിന്റെ പോക്കറ്റിൽ വെച്ചോ. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഉപദേശമാരുണ്ട്. എല്ലാ മുറിയിലൊക്കെ ഉണ്ട് വിദ്യയില്ലായി. വിദ്യക്കാരനാണ് ദുരാത്മാവ്. വിദ്യകളെല്ലാം കൈവച്ചിട്ടുണ്ട്. ഈ മുറിയുടെ മേൽ ദൈവശക്തികൾ. ജീവിതം ശരിയല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്നാണ് ആദ്യം ഇല്ലാതെ കിടക്കാൻ പോകുന്നവനെയൊക്കെ പിടിച്ച് മുട്ട കുത്തി നിർത്തിയിട്ട് അവന്റെ തലയാക്കി വെച്ച് അവന്റെ ഭൂതത്തെ, ആ കുടുംബത്തിൽ സ്വത്തത കൊടുക്കാത്ത ഭാര്യയുടെ തലയാക്കി വെച്ച് അവന്റെ ഭൂതത്തെയാണ്. വിദ്യയെ കൈവയ്ക്കുന്നത് ഒരു കാര്യം. സ്വതന്ത്രം പുസ്തകത്തിലില്ലാത്ത കുറെ മണ്ടത്തരങ്ങൾ കാണിക്കുക. വീടിന്റെ അകത്ത് പ്രാർത്ഥന നടത്തി മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് വിളിച്ചു നിർത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കൈ വെച്ച് അനുഗ്രഹിച്ച് കുടുംബത്തിൽ കലക്കമുണ്ടാക്കാൻ കിട്ടുന്ന സകല പിശാചിനെയും ശാസിച്ച് വ്യവസ്ഥ പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെ ജീവിക്കണം. ബൈബിളിൽ 100 വാക്യങ്ങളുണ്ട്. വാക്കുകൾ അവേ നിന്റെ ചട്ടങ്ങൾ ഞാൻ പാർക്കുന്നിടത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ കീർത്തനം. ദൈവത്തിന്റെ ചട്ടങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നിന്റെ കീർത്തനമാണ്. പാട്ട് പോലാണ്. നീ പാട്ട് പാടി നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്നത് ദൈവ പ്രമാണത്തെ കുറിച്ച്. സ്വതന്ത്രം. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ
ചട്ടങ്ങൾ എനിക്കെന്നും കീർത്തനം. സ്വതം എന്റെ ആശ്രയം നിന്നിലെന്നും ഉള്ള. എന്നും ഈ വീട്ടിൽ പാർക്കുന്നവൻ ആശ്രയം ആരോടായിരിക്കണം? ദൈവത്തോടായിരിക്കണം. നിന്റെ ചട്ടങ്ങൾ ഈ വീടിന്റെ അകത്ത് എന്റെ കീർത്തനമാണ്. ഞാനിവിടെ പരദേശിയാണ്. ഈ വീട് എനിക്ക് സ്ഥിരമായിട്ടുള്ള വീടല്ല. ഒരു ദിവസം ഈ വീട് വിട്ട് ഞാൻ പോകും. ഈ ഒരു ബോധത്തോടു കൂടെ വേണം ഏത് വീട്ടിലും പോകാൻ. കരങ്ങളെ ഉയർത്തി ഏതിനെ വലുതായി കാണണം? പ്രാപിച്ച രക്ഷയെ വലുതായി കാണണം. രക്ഷയെ വലുതായി കാണുന്നവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ശുദ്ധീകരിക്കണം കർത്താവേ, ജീവിതത്തെ ക്രമീകരിക്കണം കർത്താവേ, എന്റെ കുറവുകളെ ക്ഷമിക്കണം കർത്താവേ. ശുദ്ധീകരിച്ച് മാനസാന്തരപ്പെട്ട് മരണം വരെയും കാഹളം ഒലിക്കുന്നവരെ രക്ഷയെ ഉറപ്പിച്ച് ഭദ്രമാക്കണം. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് അവൻ മിറ്റമടിക്കും കർത്താവേ, ഈ വീടിന്റെ മിറ്റം ഞാൻ വൃത്തിയാക്കുന്ന പോലെ നീ എന്നെ വെടിപ്പാക്കണം. പാത്രം കഴിയുമ്പോൾ അമ്മച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ പാത്രത്തിലേക്ക് ഞാൻ കഴുകുന്നത് പോലെ നിന്റെ വചനത്താലും രക്തത്താലും എന്നെ കഴുകണമേ. എന്ത് ചെയ്താലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തുണി തേക്കുന്ന അമ്മച്ചി പറയും, ഈ തുണിയുടെ ചുളുക്ക് മാറുന്നത് പോലെ കഥയും ചുളുക്കവും മാലിന്യവും ഇതിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. നമ്മളോ പൊതിയുന്നോണയും പറഞ്ഞ് ഉപ്പഹരിക്കുക. പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേറിട്ടിരിക്കാൻ സമയമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബത്തെ ഓർത്ത്, തലമുറയെ ഓർത്ത്, ദൈവീക ആത്മീയ ജീവിതത്തെ ഓർത്ത് ഉപവസിക്കാൻ സമയമില്ല. പണ്ടത്തെ അമ്മച്ചിമാര് സമയങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം തങ്ങളുടെ വീടിനെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ആത്മീയ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതെല്ലാം മറന്നുപോയി. ഇന്നെല്ലാം സൗകര്യം. എന്താ കുഴപ്പം? സ്തോത്രം. ദൈവത്തെ രണ്ട്, സ്നാനപ്പെട്ടത് എന്തിനാണെന്നോ? എന്തിനാ സ്നാനപ്പെട്ടത്? എന്തിനാ സ്നാനപ്പെട്ടത്? എന്തിനാ സ്നാനം എടുത്തത്? ക്രിസ്തുവിനോട് സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സഭയോട് ചേരാനുണ്ട് കേട്ടോ. ഏത് സഭയോട്? ആരെപ്പോഴും ഇവിടെ ഈ ചർച്ചിനോട് ചേരാനല്ല, ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരാൻ. സ്വന്തം തലയിൽ ക്രിസ്തു, തലയ്ക്ക് താഴെ വിശുദ്ധന്മാരുടെ കൂട്ടം. അപ്പമെടുത്ത് പിടിച്ചുകൊണ്ട് ഉപദേശിമാർ പ്രാർത്ഥിക്കുന്നത് കേട്ടു. ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ നാം ക്രിസ്തുവേശു ഒരു ശരീരമാകുന്നു. നിങ്ങളുടെ പ്രാണന്റെയും ആത്മാവിന്റെയും വീണ്ടെടുപ്പിനാണ് കാൽവരി ക്രൂശിൽ നുറുക്കപ്പെട്ട ക്രിസ്തുയേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മ. നിങ്ങൾ അവന്റെ ശരീരത്തെ തകർക്കപ്പെട്ടതും നിങ്ങളുടെ പ്രാണന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിക്കുവാനും എന്നുള്ള ഹൃദയത്തിന്റെ വിചാരത്തോടുകൂടെ ഇത് വാങ്ങി ഭക്ഷിപ്പി. അപ്പം ഒന്നായിരിക്കുന്നു പലരായ നാം ക്രിസ്തുയേശു ഒരു ശരീരം, ഒരു തലയ്ക്ക് കീഴെ ഒരു ശരീരം, ക്രിസ്തുവിനോട് ചേരുക. അപ്പൊ സ്നാനപ്പെടുന്നത് എന്തിനാ? ക്രിസ്തുവിനോട് ചേരാൻ. ചില മണ്ടന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നു, രക്ഷിക്കപ്പെട്ട
ചുമ്മാ കേട്ടോ, തെറ്റുപറ്റരുത്. സ്നാനപ്പെട്ടവർ തന്നെ പോകാൻ പാടില്ല. സ്നാനപ്പെട്ടവർ തന്നെ സ്നാനപ്പെട്ട സാധനം സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അല്ലല്ലോ, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, വേർപെടണം, അപ്പോസ്തലിക ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിച്ച് അപ്പം കൊടുക്കണം, പ്രാർത്ഥന കഴിയും. ഇത്രയും കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകുക. ഇത്രയും കാര്യം ചെയ്തവൻ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ രക്ഷിക്കപ്പെട്ട മതി ഒന്ന് സ്വർഗത്തിലോട്ട് പോകും. ഇവര് പുസ്തകം അറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അനന്യാസ സഭയിൽ സ്വർഗത്തിൽ പോകും. യൂദ സ്വർഗത്തിൽ പോകും. രാവത്തെ പറ്റുന്നില്ല, കർത്താവ് സ്വന്തം ദീർഘക്ഷമയും മഹാദയോളമല്ലേ നമ്മുടെ കർത്താവ്. ക്രൈസ്തലോ മനസാക്ഷിയുടെ യുഗമൊന്നുമല്ല ഇത്. ഈ യുഗത്തിന്റെ പേര് കൃപായുഗമാണ്. കൃപായുഗത്തിൽ നിന്നോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു, വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു, തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചു. നിങ്ങൾ ഓർക്കണം, എത്രയോ പേർക്ക് ഇപ്പോഴും ബൈബിൾ തങ്ങളുടെ ഭാഷയിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല, ലിപികൾ തയ്യാറാക്കാത്ത എത്രയോ വംശങ്ങൾ ഭൂമിയിലുണ്ട്. ഇപ്പോഴും അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ലിപിയായിട്ടില്ല. കേരളത്തിൽ തന്നെ എത്രയോ ആദിവാസി സഹോദരങ്ങളുടെ ഭാഷ ഇപ്പോഴും ലിപിയായിട്ടില്ല. ഞാൻ സുവിശേഷ വേല ചെയ്ത മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുതുവായി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വനത്തിൽ പാർക്കുന്ന ഗോത്രവർഗക്കാർ വസ്ത്രമെടുക്കാറ്. ഞാൻ അവരുടെ സുവിശേഷം പറയുന്നു. വനത്തിലാണ് അവർ താമസിക്കുന്നത്, വലിയ ഉയരമുള്ള മലകളുടെ മുകളിൽ. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അവരുടെ ഭാഷ നമുക്കറിയത്തില്ല. അവരുടെ ഭാഷയ്ക്ക് ലിപിയില്ല. നമ്മുടെ കേരളത്തിലെ കാര്യമോ ഉഗാണ്ടയിലെ കാര്യമോ. ഞാൻ അവരുടെ കുടിലേക്ക് പോയിട്ടുണ്ട്, അവരോട് ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്രായത്തിൽ സുവിശേഷമേലുള്ള ബന്ധത്തിൽ അവിടെ ചെന്നു. നമ്മളെ കാണുമ്പോൾ ഓടി വിളിക്കുന്നു. നഗ്നരാണ്, സ്ത്രീകൾ കൂടി നഗ്നരാണ്, ഓടി വിളിക്കുന്നു. അവരുടെ ഇടയിലൊക്കെ ഈ സുവിശേഷമത്തണ്ട്. അവർക്കില്ലാത്ത ഭാഗ്യം നമുക്ക് ലഭിച്ചപ്പോൾ അഹങ്കാരികളാകരുത്. സ്തോത്രം. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അങ്ങ് അട്ടപ്പാടി എന്നുള്ള സ്ഥലത്ത് ഒരു ഗോത്ര വിഭാഗത്തിന് ഒരൊറ്റ പുസ്തകം മാത്രമേ എഴുതിപ്പെട്ടുള്ളൂ, മർക്കോസിന്റെ സുവിശേഷം. അത് മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതെങ്കിലും കിട്ടിയപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർത്തു നോക്കി, നമ്മളിപ്പോ പഠിക്കുന്നതും കേൾക്കുന്നതൊക്കെ ഗ്രീക്ക്, ഹീബ്രു, പണ്ഡിതന്മാർ എഴുന്നേറ്റ് ഗ്രീക്കിന്റെ പറയാൻ അരാമിക് ഭാഷ. ലോകത്തിൽ തന്നെ 30% പേർക്ക് അരാമിക് ഭാഷ അറിയത്തുള്ളൂ. ലോകത്തിൽ യേശു സംസാരിച്ച അരാമിക് ഭാഷ, ആ ഭാഷ അറിയാവുന്ന ലോകത്തിൽ തന്നെ 30% ഉള്ളു ഇന്ന്. അതിലൊരാളാണ് പാസ്റ്റാനിൽ കൊടുത്തത്. അത്രയ്ക്കും അറിവുള്ളവർ നമ്മളുടെ ഉണ്ട്. പക്ഷെ അനുസരണക്കേടെന്ന് പറഞ്ഞു, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ബന്ധിക്കൊണ്ടെന്ന് പറഞ്ഞ മലയാളികളാണെന്ന് എൻ്റെ അഭിപ്രായം. തമിഴ്നാട്ടുകാരുണ്ട്. ഈ രണ്ട് സംസ്ഥാനത്തിന് ക്രിസ്തുവിനെ അറിയാൻ ലഭിച്ചതുപോലെ ഭാഗ്യം ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ഭാഗ്യമുള്ള രണ്ട് സംസ്ഥാനമാണ് തമിഴ്നാടും കേരളവും. ഇന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സുവിശേഷ വേല ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കേരളത്തിൽ നിന്നുള്ളവരും. ഈ പുസ്തകം അതിന്റെ അർത്ഥത്തിൽ പൊരുൾ തിരിക്കുവാൻ, ധാരാളം പ്രസംഗം കേൾക്കാനും, ഇതിന്റെ അർത്ഥത്തായ വ്യാഖ്യാനങ്ങൾ ഗ്രഹിക്കാനും എല്ലാം സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടും നമ്മുടെ അഹങ്കാരം വിടാൻ നമ്മൾ തയ്യാറല്ല. ദൈവാത്മാവ് പറയുന്നു, എളിയാതെ ഭയപ്പെട്ടുകൊണ്ട്. എന്തിനാ സ്നാനപ്പെട്ടത്?
രണ്ട് വാക്ക് പറഞ്ഞു. ആരെയും പിടിച്ച് വെറുതെ സ്നാനപ്പെടുത്തരുത്. സ്തോത്രം. സ്നാനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ശുശ്രൂഷ. ആരെ സ്നാനപ്പെടണം? സ്നാനപ്പെടേണ്ടത് ആരാണെന്ന് പുസ്തകം പറയും. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തവനെ സ്നാനപ്പെടും. സ്നാനത്തിന് ശേഷമല്ല മാനസാന്തരം. മാനസാന്തരപ്പെട്ടവനാണ് സ്നാനപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുളിക്കാൻ വരുന്നു. ആദ്യം കുളിക്കാൻ തോന്നി ഉടനെ തോർത്തിട്ട് കൊച്ചു പറഞ്ഞു നീ കുളിക്കണോ? ഏതാ നമ്മുടെ ഇതുപോലുള്ള പിള്ളേർ അവർ പറഞ്ഞു ഉമ്മ എനിക്ക് കുളിക്കണം. ഉടനെ നമ്മൾ ആദ്യം തന്നെ തോർത്തെടുത്ത് തലയിലാണ് തുടച്ചിട്ട് ഇങ്ങനെയുള്ള നൂല് വെച്ച് കുളിച്ചു. എന്നിട്ട് പോയി ഉടുപ്പ് തുണിയിട്ടോളാം. കുളിക്കണമെന്ന് കുഞ്ഞു പറഞ്ഞു. ആണ് ഞാൻ ഇവിടെ പോയി മമ്മി ചെളിയിൽ വീണു, എന്റെ ഉടുപ്പ് ശരീരമല്ല ചെളിയായി, എനിക്ക് കുളിക്കണം. എന്നാ ഞാൻ പറഞ്ഞാൽ എനിക്ക് തല ആദ്യം നിന്റെ തലയെന്ന് തോർത്തേക്ക്. നീ കുളിച്ചു കഴിയുമ്പോ എനിക്ക് തല തോർത്താൻ നേരം കാണത്തില്ല. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ തല തോർത്ത് മൊത്തം തോർത്തി നിർത്തി എനിക്ക് കുളിച്ചു. അമ്മയ്ക്ക് കുറെ പണി. അതാ ശിശുസ്നാനം. അതിന്റെ പേരാണ് ശിശുസ്നാനം. മാത്രമല്ല പെന്തക്കോസ്തിലും ഇത്തരം സ്നാനം നടക്കും. ഒരുത്തൻ വന്ന് കയറി എന്നാല് അവൻ മാനസാന്തരപ്പെട്ടവനാണോ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണോ, രക്ഷിക്കപ്പെട്ടവനാണോ എന്നോ വിവേചിക്കാതെ അവൻ പേടിച്ച അമ്മേനെ സ്നാനപ്പെടുത്താം. കണക്ക് കൊടുക്കണമെന്ന് ദിവസം. ഫിലിപ്പോസ് സ്വദേശി ഒറ്റയാളെ കിട്ടിയുള്ളൂ. രഥത്തിൽ പോകും, കരുതും. നിർജ്ജന സ്ഥലത്ത് സുവിശേഷം പറയാൻ വന്നു. വായു ഒരു രഥം വന്നു. അവിടെയൊന്നും ആരും രഥത്തെ കയറി സുവിശേഷം പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഷണ്ണൻ അങ്ങോട്ട് പറഞ്ഞു. എല്ലാം വിവരമുള്ള ആള്, ധനകാര്യ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞൻ, കണക്ക് ശാസ്ത്രജ്ഞൻ, എത്യോപ്യ ധനകാര്യ മന്ത്രിയുടെ മന്ത്രി, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രി. അദ്ദേഹം പറഞ്ഞു ഇതാ വെള്ളം, എനിക്ക് സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം? ഫിലിപ്പോസ് അങ്ങനെയൊന്നും സ്നാനപ്പെട്ടു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അടുത്ത വാക്കിലോട്ടോ, പൂർണ്ണ ഹൃദയം എന്ന് വെച്ചാൽ മരണം വരെയും കാഹളം ധ്വനിക്കുന്നിടം വരെയും ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ സഞ്ചരിക്കാമെന്ന് നീ സമർപ്പിക്കപ്പെടുന്നു എങ്കിലാകാം. അതിനെനിക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരു സഹോദരി രൂത്ത് പറഞ്ഞ വാക്കും നവോമിയുടെ കൈക്ക് ഭാഷ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ ദൈവം എന്റേത്, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദേശം എന്റെ ദേശം. നീ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. സമ്പൂർണ്ണ തീരുമാനം. ഞാൻ നമ്മൾ പറഞ്ഞു ഇനി ഓർമ്മ കുറെ പോയ പുറകെ നീ പോകേണ്ട, നീ പോരും കൊടുക്കും. അവള് വന്നു. അവൾക്ക് പിൽക്കാലത്ത് യേശുവിന്റെ ഭൗതിക മനുഷ്യത്വത്തിൽ യേശുവിന്റെ വലിയമ്മയായി മാറാനുള്ള യോഗ്യത. കരകൾ ഉയർത്തി പേരെ ചുമ്മാ കയറി കാര്യസാധ്യത്തിന് വേണ്ടിയൊന്നും ആരും സ്നാനപ്പെട്ടിട്ടോ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാലേ ക്രിസ്തുവിനോട് ചേരാൻ കഴിയും. ഇല്ലാത്തവരെയൊക്കെ രണ്ടാമത് സ്നാനം കഴിപ്പിക്കേണ്ട സ്ഥിതി കൊണ്ടിരിക്കുക. ഉപദേശിമാരെ വരെ സ്നാനം കഴിപ്പിക്കൊണ്ടിരിക്കുക. എന്നോട് ഒത്തിരി ഉപദേശിമാർക്ക് പറഞ്ഞു സ്നാനപ്പെടും. സ്തോത്രം. 10 വർഷം സഭാ ശുശ്രൂഷയിൽ നാളെ 2 വർഷം മുമ്പ് ഞാൻ സ്നാനപ്പെടും. ഈ കഴിഞ്ഞ മാസം തമിഴ്നാട്ടിൽ നെട്ടയിൽ കൊണ്ടുപോയി ഒരു മാസം ഞാൻ സ്നാനപ്പെടും. ആണ് കഴിഞ്ഞ മാസം പാസ്സായിട്ടിരിക്കുക സഭ ധ്യാനപ്പെട്ടാണ്. പക്ഷെ എന്തിനാ ധ്യാനപ്പെട്ടെന്ന് അറിയത്തില്ല. സ്തോത്രം.
വേറെ ആളോട് ചോദിച്ചു പറഞ്ഞു, ഞാൻ ഞാനപ്പെട്ട എന്റെ സഹോദരി തളർന്നു കിടന്നു. ഉയരം പറഞ്ഞു, ഉപദേശം എന്ന് പറഞ്ഞു, ഈ സഹോദരി എഴുന്നേക്കട എന്താ നിങ്ങൾ ധ്യാനപ്പെടണം. ഒളിയാളിക്കാൻ ധ്യാനപ്പെട്ട സഹോദരി എഴുന്നേറ്റില്ല, ഒന്നും അവരില്ല. അവിടെ നിന്ന് പോലും ചെയ്ത് ഇവിടെ വന്ന് വിടുകയും പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ വന്നു കയറി ഒത്തിരി ഒരിക്കലും അരുത്. ഇതിന്റെ ശുശ്രൂഷ പവിത്രമായ ശുശ്രൂഷ, ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. ആമേൻ. അതിന്റെ വ്യവസ്ഥ പറയും. ഞാൻ പല സ്റ്റേജുകളിൽ കൺവെൻഷൻ ചെയ്യും പറയും, ഓടിച്ചു പറയാം. ലൂക്കോസ് 7:30 പറയുന്നു. ആമേൻ. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ദൈവത്തിന്റെ ആലോചന വ്യർത്ഥമാക്കി അവർ സ്നാനമേറ്റില്ല. അല്ലെ? 7:30 വായിച്ചു. ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഓർത്തോണം. സ്നാനം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവാലോചനയെ തട്ടിക്കളയുന്നത്. യഥാർത്ഥത്തിൽ വ്യവസ്ഥ പ്രകാരം സ്നാനപ്പെട്ടവരോട് പറയാം, നിങ്ങൾ ദൈവാലോചന കൈക്കൊണ്ടവരാണ്. സ്തോത്രം. സ്നാനം ഇനി മുൻപോട്ട് മാറ്റി വെക്കുന്നതോറും നിങ്ങൾ ദൈവാലോചനയെ തട്ടിത്തെറിപ്പിക്കുന്നു. സ്നാനം വളരെ മസ്റ്റാണ്. സ്തോത്രം. സ്നാനപ്പെടാത്തവൻ രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ സ്നാനപ്പെട്ടിരിക്കും. രക്ഷയുടെ ഭൂമിയിലെ തന്നെ ഒരു ഉറപ്പ് വരുത്തുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം. അത് വേണ്ടെന്ന് പറയാൻ ആരോട് അവകാശമുണ്ട്? രക്ഷിക്കപ്പെട്ടില്ലേലും സ്വർഗ്ഗത്തിൽ പോകും സ്നാനപ്പെടുമെന്ന് പറയുമ്പോൾ ഇവൻ പിശാചിന്റെ ആലോചനക്കാരൻ. ദൈവാലോചന അനുസരിക്കുന്നവരെല്ലാം പറയുന്നു സ്നാനപ്പെടണം. സ്തോത്രം. സന്തോഷമുള്ളവരെന്തെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി നിമഗ്ന സ്നാനം സ്വീകരിക്കണം. മുഴുവൻ സ്നാനം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയേണ്ടതിനല്ല. അതിന് രക്ഷോണയുടെ സോപ്പിട്ട് കുടിച്ചോ. എന്നാൽ അവൻ സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയേണ്ടതിനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ദൈവത്തെ സ്തുതിക്കാം. 2 ദൈവത്തിന്റെ ആലോചന. 1 2 പുത്രന്റെ കൽപ്പന. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. സ്തോത്രമാകുകയാണ്. ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചതൊക്കെ ഇവരെ പഠിപ്പിച്ച് ശിഷ്യരാണ്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി. പിതാവിന്റെ ആലോചന, പുത്രന്റെ കൽപ്പന. അടുത്തത് ആമേൻ. സ്തോത്രം. പത്രോസിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2 പ്രസംഗിക്കുമ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ 40-ാം വാക്യം 2-4 പറയാം, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 2:40 വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:4. രക്ഷിക്കപ്പെടണമെന്നുള്ള വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്യും? സ്നാനം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ ആരുടെ? അപ്പോസ്തലനായ പത്രോസിന്റെ പ്രഭാഷണ വാക്ക് കൈക്കൊണ്ടവർ. അതിനാണ് അപ്പോസ്തോലിക ഉപദേശം കൈക്കൊണ്ടവൻ സ്നാനം. ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നവൻ, പുത്രന്റെ കൽപ്പന സ്വീകരിക്കുന്നവൻ, അപ്പോസ്തലിക ഉപദേശം ഏറ്റെടുക്കുന്നവൻ സ്നാനപ്പെടും.
കരങ്ങൾ ഉയർത്തി അങ്ങനെ സ്നാനപ്പെടുന്നവർ ലോകത്തിൽ ആരോടും ഒന്നിനുമല്ല ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ് നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ജീവിതത്തിൽ തീരുമാനം ഇനി വരുന്ന വഴിക്ക് ചാടിക്കറി സ്നാനപ്പെടുന്നു. സ്നാനപ്പെടണമെങ്കിൽ അത് വേദവൃത്തമാണ് മനസ്സിലാക്കും. ആഭരണം നീക്കണം, ആരുടെ ആഭരണങ്ങൾ നീക്കണം. അല്ലാത്ത സ്നാനമൊന്നും ദൈവ സ്നാനമല്ല. സ്നാനപ്പെട്ടുള്ള ആഭരണം ഇടുന്നവർ കള്ളിമാരാണ്, കള്ളന്മാരാണ്. അവർ ദൈവത്തെ മറന്നു കളയും. പിന്നെ ചില ബന്ധുക്കാരൻ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ന്യൂട്രടിച്ച് ഇട്ടോട്ട് പോകും. കല്യാണത്തിന് മുമ്പ് ഇടുക, നിനക്ക് ഭൂതമാണ്. അങ്ങനെയുള്ളതിനൊന്നും കർത്തൃമേശ കൊടുക്കുക. എനിക്ക് നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ ദൈവത്തെ സാധിപ്പിച്ചാൽ കർത്തദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറഞ്ഞിട്ട് പോവാം. എനിക്ക് കാശല്ല, എൻ്റെ ഉള്ളിൽ ഒറ്റ ചിന്തയും വചനം കേൾക്കുമ്പോൾ നിത്യതയും. വേർപാടെന്ന് പറഞ്ഞാൽ എന്നാ? എന്താ വേർപാട്? വേർപാട് ഉമ്മ പറഞ്ഞിരിക്കുകയാണ് ബൈബിളിൽ. തികച്ചു പ്രസംഗിക്കുന്ന സമയം വേണം. ആഭരണം നീക്കണമെന്ന് തന്നെയാണ് ബൈബിൾ. അതുകൊണ്ട് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു ഗിരിപ്രഭാഷണം മാത്രമാണ് യേശു പറഞ്ഞത്. അത് പുസ്തകം അറിയാൻ മേലാത്തത് യേശുവിന്റെ വാക്കാണ് മുഴുവൻ. ലേഖനം മുഴുവൻ യേശു പറഞ്ഞാന്ന് ഞാൻ തെളിയിച്ചത്. ലേഖനം പറഞ്ഞതല്ല, യേശു പറഞ്ഞതല്ലേ. അത് ഗഡിഞ്ഞു നോക്കുമ്പോൾ പൗലോസ് കൊലോസ്യ തമ്മിൽ ലേഖനം, ഗലാത്യ തമ്മിൽ എഴുതിയത് പൗലോസിന്റെ ഒന്നുമല്ല, യേശുവിന്റെ വാക്കാണ് ഞാൻ തെളിയിച്ചത്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം ആരാ? തിമോത്തിയോസിന് എഴുതിയത് പൗലോസ് എഴുതി. ആര് പറഞ്ഞു? യേശു പറഞ്ഞിട്ട് പൗലോസ് എഴുതി തെളിയിക്കാം. യേശു ഭൂമിയിൽ വെച്ച് പറയാനിരുന്നാണല്ലോ ഈ ലേഖനങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു. ഇനി പഴവടാതെ വായിക്കണം. 9 മണിക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് വായിച്ചാൽ പെട്ടെന്ന് പോവാം. യോഹന്നാന്റെ സുവിശേഷം 16-12. യേശു ഭൂമിയിലായിരുന്നു പറയാ, ഇനി വളരെ നിങ്ങളോട് എനിക്ക് അത് പറയാനായിരുന്നു. ലേഖനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോസ്തലന്മാരെ കൊണ്ട് പറയുകയായിരുന്നല്ല, ഞാൻ പറയാനിരുന്ന ഇനി വളരെ പറയാനുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിത്യവാസത്തിന് വരാത്തോളം കാലം ഇനി പറയുന്നത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് വഹിക്കാൻ കഴിയില്ലെന്ന് താഴോട്ട് പറയുന്നുണ്ട്. വായിച്ചത് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സത്യം ഗ്രഹിക്കാൻ. അതിന് മുമ്പ് ഇത് പറഞ്ഞാൽ നിങ്ങൾ വഴി, അതിന് ഉദാഹരണം ഈ വഴി കൂടെ ഒരു വെച്ച് പോവാം. കമ്പലും മാലയിട്ട് മൊത്തം ഇറുകി പിടിച്ച ഡ്രസ്സിനോട് ഒരു വെച്ച് പോകുമ്പോൾ നമ്മൾ മോളെ എന്റെ പേര് രമണി, അല്ലെങ്കിൽ വേറെ ഒരു രക്ഷിക്കപ്പെടാത്ത അങ്ങനെ ഒരു പേരെ പറഞ്ഞു. എന്റെ പേര് ചിറ്റി, നിന്റെ വീടാണ്, എന്റെ വീട് ഇങ്ങനെ. നീ അതുപോലെ ഞാൻ പണ്ടില്ല അപ്പഴേ മേലെ ഈ വസ്ത്രം ഇട്ടോട്ട് ഇറുകി പിടിക്കണം. അന്നാലെ ചെരുപ്പിലൂടെ അടിക്കും. കാരണം അത് പറയേണ്ട കാര്യമല്ലോ. പക്ഷെ ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞു ഇത് പറയാൻ അവകാശമുണ്ട്. പലരും പറയുന്നത് പ്രസംഗിക്കാൻ വാക്കിയില്ലാത്തതുകൊണ്ടും വചനം അറിയാത്തതുകൊണ്ടും തുണിയെ പറയുന്നു മാറണം. ഇതിന്റെ അകത്തുള്ളതായി പറയുന്നു. രക്ഷിക്കപ്പെട്ടവരെങ്ങനെ തുണി ഉടുക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരെന്ത് ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞ ലേഖനം യേശുക്രിസ്തുവിനെ തെളിയിക്കാൻ പോയി. ഇവിടെ കർത്താവ് പറഞ്ഞു ഇപ്പൊ പറയാൻ പ്രയാസമാണ്, വായിക്കാൻ പറ്റില്ല. ഇപ്പൊ പറയാനുള്ളത് ഇനി പറയത്തില്ലെന്നല്ല, പിന്നെ കർത്താവ് തന്നെ പറയിച്ചതാ ലേഖനം. തെളിവ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ലേഖനം ആരുടെയാണെന്ന് തെളിയിക്കാം. ഒച്ചത്തിൽ വായിച്ച ആശയം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ നമ്മുടെ പ്രത്യാശയായ ആരുടെ കൽപ്പന പ്രകാരം ലേഖനം എഴുതിയത്? രാവിലെ പൗലോസ് പല്ല് തേച്ചുകൊണ്ട് ഇങ്ങനെ കിണറ്റുകരെ നിൽക്കുക. എന്നാലും പെട്ടെന്ന് തിമോത്തിയോസിനെ കുറിച്ച് ഓർമ്മ അമ്മ ഒരു കത്ത് എഴുതിയേക്കാന്നൊക്കെ എഴുതിയല്ല.
യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ റോമാലേഖനം മുതൽ ഇങ്ങോട്ട് 1-ാം ലേഖനം റോമാലേഖനമാണല്ലോ, അവ യൂദായുടെ ലേഖനം വരെ ഓരോ പാരഗ്രാഫ് വായിക്കുന്നിടത്ത് നോക്കണം. ഇത് കർത്താവിന്റെ അരുളപ്പാടത്രേ. പൗലോസ് പറയുന്നത് ഞാൻ പറയുന്നത്. എന്നാൽ കുറെ പേര് ഈ കള്ളത്തരം പഠിപ്പിക്കാൻ വേണ്ടി കുറെ അവർ പറയും ഇതിന്റെ അകത്ത് പൗലോസിന്റെ അഭിപ്രായമുണ്ടോ. എന്നാൽ അവരോട് അങ്ങേരുടെ അഭിപ്രായം ഇല്ലാത്ത അവരുടെ ഡയറിയിൽ എഴുതിയാണ്. അങ്ങേരുടെ അഭിപ്രായത്തെ എഴുതിയിട്ട് ദൈവമാണെന്ന് പറയേണ്ട ഗതികൾ നമുക്ക് വന്നു ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് പൗലോസിന്റെ അഭിപ്രായം ഉണ്ട്. അപ്പൊ പിന്നെ ഇതിനെ ഇതിനകത്ത് വെച്ച് പറയാം പൗലോസിന്റെ അഭിപ്രായം ദൈവം അങ്ങനെ തന്നെയാണെന്ന് ഒപ്പുവെച്ചുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എഴുതിയത്. അങ്ങനെ മോശ പറഞ്ഞു ദൈവം എഴുതിയിട്ടുണ്ട്. മോശ പറഞ്ഞു യോശുവയോട് മോശയുടെ മരണത്തിന് ദൈവം പറഞ്ഞറിയോ, എന്റെ ദാസനായ മോശ പറഞ്ഞിട്ടുള്ള വചനമൊക്കെയും അനുസരിക്കണം. സ്തോത്രം. പൗലോസ് പറഞ്ഞ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇല്ലാത്തതിനെ വെച്ചാൽ ദൈവം അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസ്യമാണ്, ദൈവം കൽപ്പിച്ചതല്ലാതെ ആരുടെയും സ്വന്തം അഭിപ്രായം ഇല്ലാത്ത എഴുതിയിട്ടില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കർമ്മം നീക്കണം എന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ, ഇതേ തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ കൽപ്പനയല്ലേ. ഞാനൊരു 100,000 പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് തർക്കിക്കുന്നവർക്കും ബാധിക്കുന്നവർക്കും ഇതൊന്നും പിടികിട്ടത്തില്ല. അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവൻ ദൈവവചനത്തെ അതിന്റെ നിലയ്ക്ക് ചേർത്ത് പിടിക്കുന്ന, അനുസരിക്കാൻ മനസ്സുള്ളവർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും. അല്ലാത്തവര് എന്നും തർക്കശാസ്ത്രത്തിൽ കൂടെ കടന്നു കൊണ്ടുവരും. എന്നാൽ അവൻ സ്തോത്രം 2-ാം അധ്യായം ഒപ്പം വായിച്ചത് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണല്ലോ. അതേ ലേഖനം തന്നെ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിച്ചു. അടുത്തത് അടുത്തത് അവിടെ ശ്രദ്ധിച്ചോണം. പിന്നിയ തലമുടി. അവിടെ നിൽക്കുമ്പോ ഒരു കാര്യം പറയാതെ പോയാൽ തെറ്റും. നമ്മുടെ ഇവിടുത്തെ പെണ്ണുങ്ങൾ പിള്ളേരൊക്കെ 2-3 മുടി ഇങ്ങനെ 100 പോലിലേക്ക് നിർത്തി പിന്നുന്ന കാര്യമല്ല. എനിക്ക് ബൈബിളൊക്കെ ചിത്രം വരെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചിത്രം വരെ. തലമുടി വഴി മുത്ത് ചോർക്കുക, നീല നൂലെ ഗോൾഡ് നൂലൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ പിന്നി കെട്ടിച്ചുറ്റി കച്ചിത്രു, ഇങ്ങനെ ചെമ്പോയി കച്ചിത്രു കച്ചി കൊണ്ടുപോകണം. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ കച്ചി അതുപോലെ പോകുന്ന പെണ്ണുങ്ങൾ. അത് പാടില്ല. ചിലർ പഠിക്കില്ല. ആരാധനയ്ക്ക് വരുമ്പോ അങ്ങനെ ആരാധനയ്ക്ക് വരും മാത്രമല്ല, നീ എവിടെ പോയാലും ദൈവത്തിലായിട്ട് തന്നെ ചേർന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാൽ. നിങ്ങളാരെങ്കിലും മുടി ചെറുതായിട്ട് പിന്നിയിട്ടുണ്ടെങ്കിൽ ആ പിന്നലിനെ കുറിച്ചല്ല പറഞ്ഞു. 3 മുടിയെടുത്ത് ഒതുക്കി വെക്കാൻ പിന്നി 3 പിരിച്ച് ആ പിന്നലല്ല. നിങ്ങൾ അങ്ങനെ തന്നെ പിന്നി ഊന്നി ഒതുക്കി വെച്ചോ, ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ പറയുന്ന പിന്നൽ ഫാഷൻ പിന്നലുകൾ, അത്തരം പിന്നലുകൾ ദൈവമക്കൾക്ക് പാടുള്ളതല്ല. പിന്നിയ മുടി, പൊന്ന്, മൊത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ എല്ലാവരും പറഞ്ഞു. എന്നിവ കൊണ്ടല്ലെന്ന് പറഞ്ഞാൽ ആണെന്ന് പഠിപ്പിക്കാൻ ആളാണ്. അവൻ ദൈവവിരോധി. ഈ ലേഖനം ആര് പറഞ്ഞിട്ട് എഴുതിയാണ്? യേശുക്രിസ്തു കൽപ്പിച്ചിട്ട് എഴുതിയാണ് 1-ാം വാക്യത്തിൽ. അങ്ങനെയാണ് യേശു പ്രസംഗിച്ചിട്ടില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? യേശു കൽപ്പിച്ചത് ഇത് നമുക്ക് പാടില്ല. സ്വതന്ത്രം. ദൈവ മനുഷ്യർക്കും ലോകമനുഷ്യർക്കും നടുവിൽ വ്യത്യാസം. കാണുന്നതെല്ലാം പുഴുവരിക്കും. ഒരു ദിവസം ഈ ശരീരം പുഴുവരിക്കും. നാം മര്യാദയ്ക്ക് ജീവിക്കുന്ന കാലത്ത് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും.
ഈ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനില്ല, അനുവദിക്കരുത്. സ്നാനപ്പെടുന്നവർ പൂർണ്ണമായി ഈ തീരുമാനം എടുത്തവർക്ക് സ്നാനം. രണ്ട് സ്വഭാവം കാണിക്കുന്നവന് കർത്തൃമേശ കൊടുക്കരുത്. സഭയ്ക്കകത്ത് കാണിക്കുന്ന അമ്പലമല്ല ഇത് കേട്ടോ, അമ്പലമല്ല. അമ്പലക്കാർക്ക് അവിടെ ചെല്ലുമ്പോൾ ഭക്തി കാണിച്ചാൽ മതി. മതിൽക്കെട്ടിന്റെ പുറത്ത് തെളിയും പറയാൻ വെള്ളം അടിക്കാം, എന്ത് വേഷമുണ്ട്. പക്ഷെ ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, അതുപോലെ തന്നെയായിരിക്കണം പുറത്ത്. കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു വേഷം. സ്വതന്ത്രം. സകല കള്ളന്മാരും കള്ളിമാരും ഇതിൽ തെറ്റിക്കുന്നുണ്ട്, നിന്നെ വിളിക്കുന്നത്. തെറ്റിക്കാത്തവർക്ക് വിളിക്കുന്നുണ്ട്. തെറ്റിക്കുന്നവരെല്ലാം മാനസാന്തരപ്പെട്ടു. ഇനി പുതുതായിട്ട് ആരെങ്കിലും ഇത് കിട്ടോണ്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരോടല്ല, നിങ്ങളും സ്നാനപ്പെടുന്നതിന് മുമ്പ് ഇതെല്ലാം മാറിക്കൊള്ളു, ഇല്ലെങ്കിൽ നരകത്തിലോട്ട് പോകും. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല ജനതകളുടെ ഇടയിലും ഉപദേശമുണ്ട്. അമേരിക്കയിലാണെന്ന് സഭകളും ജർമ്മനിയിലും സ്തോത്രം വ്യക്തമായി തെളിവുകളും വടക്കേ ഇന്ത്യയിലുണ്ട്. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും ചുരുക്കമാണെന്നുള്ളൂ ആവരണം നീക്കി ആരാധിക്കുന്ന സഭകളുണ്ട്. ഒരു ശേഷിപ്പ് മതിയെന്ന് പ്രധാനമായുള്ള പറഞ്ഞു. പക്ഷേ തമിഴ്നാട്ടിലും മലയാളികളെക്കാളും കടുപ്പമുള്ള ഉപദേശം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ തമിഴ്നാട്ടിൽ അത്തരം സഭകൾ. സ്തോത്രം. ജീവൻ കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കണം. ലോകം ഓടുന്നതിന്റെ പുറകെ ഓടരുത്. ഇന്ന് അയച്ചു, സ്ഥിരതയില്ല, മാറി. അതാണ് അവൻ ഇതെല്ലാം കൂടെ പറയാൻ എനിക്ക് സമയമില്ല. സ്തോത്രം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഈ വ്യവസ്ഥ പ്രകാരം മനസ്സിലായി ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ നീക്കേണ്ടതിന് എന്ത് ചെയ്യണം? നീക്കണം. ഇല്ലെങ്കിൽ എന്നാ ഇന്നലത്തെ രാത്രിയത്തെ പ്രസംഗമുണ്ടല്ലോ, തനിക്കുള്ളതിനെ താൻ പേരി ചൊല്ലി വിളിച്ച് പുറത്തു പോകും. ചിലര് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞില്ലാത്ത കയറി അവരെ വിളിക്കൂല. സ്നാനപ്പെട്ടില്ലേ ഇതെല്ലാം ഇട്ടും ആർപ്പാടം കാണിക്കുന്നത് നിന്നെ വിളിക്കൂല. എന്നാൽ ഈ കേട്ട പ്രസംഗം വചനം അനുസരിക്കുന്ന കുറച്ചു പേര് അവരെ പേര് വിളിക്കും, നീ പുറത്തു വരാം. അവരവനെ അനുഗ്രഹിക്കും. വിളിക്കപ്പെട്ടവർ അനേകരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ്? ചുരുക്കത്തിന്റെ കൂട്ടത്തിലോ വിളിക്കപ്പെട്ട അനേകരുടെ കൂട്ടത്തിലോ? ഈ അനേകര് പറയും കുഴപ്പമില്ല, സാരമില്ല. ഇപ്പൊ നമ്മൾ മനുഷ്യര് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ബന്ധുക്കളെ ഏത് ബന്ധുവാണ് അതിനൊക്കെ വേണ്ടി ഉണ്ടായത്? ഒരു ബന്ധുവില്ല, ഒരു ബന്ധുവില്ല. അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. പ്രമാണം നമുക്ക് വലുത് ദൈവമാണ്. കരകൾ ഉയർത്തി തീരുമാനമെടുത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ച നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി തീരുമാനമെടുക്കണം. ഇനി എന്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ. ദൈവ വ്യവസ്ഥയ്ക്ക് വിരോധമാണ്, ദൈവ പ്രമാണത്തിന് വിരോധമായി എന്റെ ചുവടുകളിൽ ഞാൻ വെക്കില്ലെന്ന് ഈ രാത്രി യോഗം ചെയ്യാൻ പോകുക. തീരുമാനമെടുക്കണം. സ്തോത്രം, സ്തോത്രം. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? അവൻ ഞാനിനി ഒത്തിരി നീട്ടി പറയുന്നില്ല. ഗലാത്യലേഖനത്തിലെ പ്രധാന ഭാഗത്തിലേക്ക് പറഞ്ഞിരിക്കുക. ആ മോളെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചു കൊടുക്കും. ഒന്നും കൂടെ ഇപ്പോൾ ഗലാത്യലേഖനത്തിലെ അവസാനം വായിച്ച വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചു വിടണം. 1-ാം അധ്യായത്തിന്റെ അവസാനം വായിച്ച വാക്യം ഏതായിരുന്നു? 7-ാമത്തെ വാക്യം. വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കം. മനസ്സിലായി? നമ്മുടെ സഭായോഗത്തിന് പോകുമ്പോഴേക്കൊക്കെ സാരി ചിലർ നിങ്ങളെ കലക്കി. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ.